ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഇപ്പൊ ഒറ്റ സംശയമുണ്ട്, വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ? നിങ്ങൾ കേരളത്തിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഇത്രമാത്രം ആരോഗ്യ രംഗം തകർന്നൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് അത് മറച്ചു വയ്ക്കാൻ കണ്ണൂരിൽ നടത്തിയ നാടകം എന്താണ്? എന്തൊരു അഭിനയമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ. ലോകത്താദ്യമായിട്ടാണ് മുദ്രാവാക്യം വിളി കേട്ട് ഒരാളുടെ പെടലി കൊളുത്തുന്നത്. ലോകത്താദ്യമായി. എന്തൊരു അഭിനയം. നമ്മൾ ചില ആളുകൾ പറഞ്ഞു ഉർവശി അവാർഡ് കൊടുക്കണം. ഞാൻ പറഞ്ഞത് പോലെ അതിന്റെ അപ്പുറത്താണ് ഓസ്കാർ അവാർഡിന് റെക്കമെൻഡ് ചെയ്യണം. അത്രയും വലിയ അഭിനയമല്ലേ കാണിച്ചത്. ആ എം.വി. ഗോവിന്ദൻ വന്ന് എന്താ പറഞ്ഞത്? KSUക്കാരി വന്ന് ആരോഗ്യമന്ത്രിയുടെ പെടലി ഇങ്ങനെ തിരിച്ചു, കൈ ഇങ്ങനെ വളച്ചൊടിച്ചു. എന്തൊരു പച്ചക്കള്ളമാണ് അധികാര സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത്. എന്നിട്ട് അതിന്റെ പേരിൽ കേരളത്തിൽ കലാപം. ഇവരെ വെന്റിലേറ്ററിലാക്കിയ കേരളത്തിന്റെ ആരോഗ്യത്തെ നമ്മൾ ആരോഗ്യവതിയാക്കി കേരളത്തിലൂടെ നടത്തും. നമ്മൾ ആരോഗ്യ രേഖ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കുട്ടി മനുഷ്യൻ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ചികിത്സ തേടി നമ്മുടെ കേരളത്തിൽ എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കുന്ന നമ്മൾ കേരളത്തെ. നമ്മുടെ കുഞ്ഞുങ്ങൾ 40-50 ലക്ഷം രൂപ കടമെടുത്ത് കിടപ്പാടം പണയപ്പെടുത്തി അവർ വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമിന് പോകുന്നു. നമ്മൾ വിദ്യാഭ്യാസ രേഖ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, UDF വരുമ്പോ അവര് കാനഡയിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും UK-യിലും പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമുകൾ നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കും. അവരിവിടെ പഠിക്കും. പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ അവർക്കൊന്നുകിൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം, അതിനായുള്ള സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കും. കാർഷിക മേഖലയെ ചേർത്ത് പിടിക്കും. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കും. പരമ്പരാഗതമായ മാർഗങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനികമായ മാർഗങ്ങളും സമന്വയിപ്പിച്ചുള്ള പദ്ധതി UDF തയ്യാറാക്കിയിട്ടുണ്ട്. മലയോര സമരയാത്രയിൽ നൽകിയ വാക്ക് UDF പാലിക്കുക തന്നെ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിനൊരു മാറ്റം വേണ്ടേ? ഒരു മാറ്റം വേണ്ടേ? ലോകം മാറുമ്പോൾ നമ്മുടെ കേരളം മാറണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണ്ടേ? രാഷ്ട്രീയ അതിപ്രസരം മാത്രം പോരല്ലോ, കേരളത്തെ നന്നാക്കണം. അതിനുള്ള ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും UDF-നുണ്ട്. നമ്മൾ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, UDF-ന് വേണ്ടി ഇനി നമ്മുടെ കേരളം പിന്നിലേക്ക് നടക്കില്ല. നമ്മുടെ കേരളം ഇനി മുന്നിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. ഈ ജാഥ സമാപിക്കുമ്പോൾ കേരളത്തിന് ബോധ്യമാകും, നമ്മൾ വരുന്നത് കേവലം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമല്ല, അധികാര മാറ്റത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെടും. ആ ലക്ഷ്യബോധത്തോടു കൂടിയാണ് UDF വരുന്നത്. ഇവിടെ എന്താ ചർച്ച? ഇവിടെ ഒടുക്കത്തെ വർഗീയതയാണ്. BJP-കാരുടെ സ്വഭാവം നിങ്ങൾക്കറിയാം. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടാൽ അവർക്ക് സങ്കടം വരും. അപ്പൊ ഭിന്നിപ്പിക്കും, അല്ലെ? വിദ്വേഷ പ്രസംഗം നടത്തും. നമ്മൾ ശത്രുക്കളാവുമ്പോഴാണ് അവർക്ക് സന്തോഷം. ആ സംഘപരിവാറിന്റെ അതേ പാതയിൽ കേരളത്തിലെ CPM സഞ്ചരിക്കുക. ഡൽഹിയിലെ ചേട്ടൻ ബാവയും ഇവിടുത്തെ തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിൽ, വർഗീയ തോണിയിൽ സഞ്ചരിക്കുക. ഇപ്പോൾ കേരളത്തിൽ വർഗീയതയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നത് പിണറായി വിജയനാണ്. ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ കാത്തിരിക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് CPM തീപ്പന്തമെറിഞ്ഞു കൊടുക്കുക. പക്ഷെ നിങ്ങൾ ഭയപ്പെടണ്ട, കേരളം ഭയപ്പെടണ്ട. ആ തീ കെടുത്താനുള്ള ആർജവം ഇന്ന് കേരളത്തിലെ UDF-നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഒരാളും ഇനി വർഗീയത പറയണ്ട, ന്യൂനപക്ഷ വർഗീയതയും പറയണ്ട, ഭൂരിപക്ഷ വർഗീയതയും പറയണ്ട. ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. ഏത് കോലാക്കുമ്പം പറഞ്ഞാലും നമ്മൾ എതിർക്കും. ഒരാളെയും പേടിയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. ചിലര് വരും, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കി തരും. എടോ, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയാൻ വരണ്ട എന്ന് മുഖത്ത് നോക്കി നമ്മൾ പറയും. ഞാൻ പറയുന്നത്, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാലൂടെ ഉണ്ടാവുള്ളൂ.
അത് കഴിഞ്ഞാൽ ഓർമ്മയാകും. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും. ഈ കുഞ്ഞുങ്ങൾ, അവരുടെ മക്കൾ ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ആരെങ്കിലും സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഈ അതിശക്തമായ മതേതര നിലപാട് ഇരുകൈകളും നീട്ടി ഈ മതേതര കേരളം സ്വീകരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ കേരളം അഭിമാനത്തോടുകൂടി ഈ രാജ്യത്തിന്റെ മുഖത്ത് നോക്കി ഗമയോടുകൂടി പറയും, ഇതാണ് ഞങ്ങളുടെ മതേതര കേരളം. അവിടേക്ക് നമ്മൾ നമ്മുടെ കേരളത്തെ കൊണ്ടുപോകും. ഒരാളും അനങ്ങില്ല, ഒരാളും അതിന്റെ പേരിൽ വരില്ല, ഉറപ്പാണ്. ഒരാളെയും പേടിക്കണ്ട. നമ്മൾ വർഗീയത ഉണ്ടാക്കാൻ, ഭിന്നിപ്പുണ്ടാക്കാൻ വരുന്നവരോട് നമ്മൾ പ്രതിരോധം തീർക്കേണ്ടത് നമ്മൾ തോളോട് തോളൊരുമി നിന്നുകൊണ്ടാണ്. അത് നമ്മൾ ചെയ്യും. അതിന്റെ പ്രചോദനമാകും UDF.